കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പ്രഭാത സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായി ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവരക്ഷയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 2 രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അത് എടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എലീശ പ്രവാചകന്റെ ശുശ്രൂഷയില് നിരവധി അത്ഭുതങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. നാം ഇവിടെ വായിച്ച അത്ഭുതം എന്ന് പറയുന്നത് വെള്ളത്തിൽ വീണ കോടാലി പൊങ്ങി വരുന്ന ഒരത്ഭുതം. അപ്പം വെള്ളത്തിൽ വീണ കോടാലി പൊങ്ങി വരുന്നു, അതൊരു അത്ഭുതം തന്നെ. ഒരു ഇരുമ്പ് കഷ്ണം വെള്ളത്തിൽ പൊങ്ങി വരിക എന്ന് പറഞ്ഞൊരു അത്ഭുതം തന്നെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രവാചകന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തർ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ ദയചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാനിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ആ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. വായിച്ച ഭാഗത്തിന്റെ ചരിത്രം ആണെന്ന് നമുക്കറിയാം. ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എലീശയോടുകൂടെ താമസിച്ചിരുന്ന പ്രവാചക ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അവർ പാർത്തിരുന്ന സ്ഥലം ഇടുക്കമായി തീർന്നു. ഒരുപാട് പ്രവാചകന്മാർ എലീശയോടൊപ്പം വന്നു കൂടിയപ്പം പാർക്കുവാൻ സ്ഥലമില്ല. അപ്പം വീട് വയ്ക്കാൻ മരം വെട്ടാൻ പോയ അവരുടെ കോടാലി വെള്ളത്തിൽ പോയപ്പോൾ അവർ വല്ലാതെ വിഷമിച്ചു. അല്ലേലിയ. കാരണം മറ്റൊരു കോടാലി വാങ്ങി കടം വീട്ടുവാൻ അവർക്ക് വകയില്ലായിരുന്നു. ഇന്നത്തെ പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞതല്ല, അന്നത്തെ പ്രവാചകന്മാർ വളരെ കഷ്ടതയിലാണ്. അല്ലേലിയ. അത്രയ്ക്ക് ദരിദ്രരായിരുന്നു അന്നത്തെ പ്രവാചകന്മാർ. അവരുടെ അപേക്ഷ പ്രകാരം എലീശയും കൂടെ പോയതുകൊണ്ട് വെള്ളത്തിൽ വീണ കോടാലി തിരികെ ലഭിക്കാൻ കാരണമായി തീർന്നു. പ്രേസിലോ ദൈവത്തിന്റെ ദാസനെ സഹായിക്കാൻ ഭൂമിയുടെ ആകർഷണ നിയമം പോലും മാറ്റിവെക്കപ്പെട്ടതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്ത് പാപച്ചെളിക്കുണ്ടിൽ താണു കിടക്കുന്ന ഇരുമ്പ് പോലെ കഠിന ഹൃദയമുള്ള മനുഷ്യനെ ദൈവത്തിന്റെ കൃപയാൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഒരു സാദൃശ്യമാണ് ഈ ഇരുമ്പ് കോടാലി വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നത്. ഈ കോടാലി വെള്ളത്തിൽ വീണു, അത് ചെളിക്കുണ്ടിലേക്ക് താണുപോയി. മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും ഈ കോടാലി നമുക്ക് പൊക്കിയെടുക്കാൻ കഴിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ല. എന്നാൽ പ്രവാചകൻ എലീശ കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ സങ്കടം എന്തു പറഞ്ഞു? എലീശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേറൊരു കോടാലി വാങ്ങി ഈ കടം തീർക്കാൻ കഴിയില്ല, ഞങ്ങളുടെ കയ്യിലില്ല. അത് കേട്ട പ്രവാചകൻ ഒരു കോൽ വെട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ കോൽ മുഖാന്തരം ആ കോടാലി പൊങ്ങി വന്നു. അവരോട് കൈനീട്ടി എടുക്കാൻ പറഞ്ഞു. ഒരു വലിയ അത്ഭുതമല്ലേ? ഇതുപോലെ തന്നെയാണ് ഞാൻ ആവർത്തിച്ചുപോലെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ കർത്താവ് യേശുക്രിസ്തു ഇതുപോലെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് പൊക്കിയെടുക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ 40-ാം സങ്കീർത്തനമൊക്കെ വായിക്കാൻ കാണുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നവൻ എന്റെ ആ മേഖലയ്ക്ക് ചാഞ്ഞു വന്നതിന്റെ നിലവിളി കേട്ടു.
നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി ക്രിസ്തു എന്ന പാറമയിൽ നിർത്തി അവന്റെ കേവലത്തെ സ്ഥിരമാക്കി അവന്റെ പുതിയൊരു പാട്ട് അവന്റെ വായിൽ കൊടുത്തു. അപ്പൊ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന നമ്മെ ചെളിക്കുണ്ടിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ കോടാലി ചെളിക്കുണ്ടിൽ നിന്ന് പൊങ്ങി വന്നതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ലോകത്തിന്റെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന്, ചണ്ടി കൂമ്പാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. പ്രൈസ്. നിങ്ങൾക്കൊരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്, നന്മ ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു നന്മയെ ദൈവം വെച്ചിട്ടുണ്ട്. ഒരു ദൈവിക പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പാപമാകുന്ന ചെളിക്കുണ്ടിൽ നീ വീണ് കിടന്ന് ഉരുണ്ട് അവിടെ കിടന്ന് മറിയാതെ മടങ്ങി വരണം. നമുക്കറിയാം, അല്ലെങ്കിൽ അനവധി ആളുകൾ, നമ്മളെന്ന് പറയുമ്പോൾ ഞങ്ങളല്ല, പന്നിയെ വളർത്തുന്ന അനവധി ആളുകളുണ്ടല്ലോ. ഈ പന്നികളെ വളർത്തുന്ന അനവധി ആളുകളിലെ പന്നി ഫാം ചെന്ന് നോക്കിയാൽ വളരെ മനോഹരമായ രീതിയിലേക്ക് ഇന്നത്തെ പന്നി ഫാം ഉണ്ട്. എങ്കിലും അവിടെ വലിയ ചെളിക്കുണ്ടുണ്ടാക്കിയിട്ടേക്കും. എന്തിനാണ്? ഈ പന്നികൾക്ക് പോയി ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞെങ്കിൽ മാത്രമേ അതിന് തൃപ്തിയാകത്തുള്ളൂ. പണ്ടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും 4 കല്ല് കൊണ്ട് തിരിച്ചുണ്ടാക്കി പന്നിക്കൂടുണ്ടാക്കുക. ഇന്നത്തെ പോലെ വാർപ്പ് സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നെല്ലാം നല്ല തറയൊക്കെ കൊടുത്ത് എങ്കിലും ചെളിക്കൊണ്ടുണ്ട്. ഈ പന്നി എത്ര വൃത്തിയായിട്ടനെ തേച്ച് കുളിപ്പിച്ച് നിർത്തിയാലും ഇത് ചെളിക്കുണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. അതിനെ എത്രമാത്രം പൊക്കിയെടുത്താൽ ആ ചെളിയിലേക്ക് തന്നെ പോകും എന്ന് പറഞ്ഞവരാണ് ചില മനുഷ്യൻ. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ എത്രമാത്രം അവനെ പൊക്കിയെടുത്ത് അവനെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും അവൻ വീണ്ടും ആ പാപത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് പോകും. രാവിലെ ഭാര്യയോടും മക്കളോട് സത്യം ചെയ്തിട്ട് പറഞ്ഞിട്ട്, നീയാണ് സത്യം, മക്കളാണ് സത്യം, അമ്മയാണ് സത്യം, അച്ഛനാണ് സത്യം, ദൈവമാണ് സത്യം, ഞാനിനി മദ്യം തൊടത്തില്ല, ഞാൻ ഇനി മയക്കുമരുന്ന് ഉപയോഗിക്കത്തില്ല, ഞാൻ ചൂതാട്ടത്തിന് പോകത്തില്ല, ചീട്ടുകളിക്ക് പോകത്തില്ല, വെറുക്കുത്തുകൾക്ക് പോകത്തില്ല എന്നൊക്കെ സത്യം ചെയ്ത് ഇറങ്ങിപ്പോകുന്ന അനവധി സഹോദരന്മാരുണ്ട്. പക്ഷെ അവരാ സത്യം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴത്തേനും അവരെ ചെളിക്കുണ്ടിലേക്ക് തള്ളിയിടുവാൻ വേണ്ടിയിട്ട് അനവധി ആളുകൾ ചെളിക്കുണ്ടി കിടപ്പുണ്ട്. അവർ വിളിക്കും, പാടാ നമുക്ക് പോയി സ്മോൾ അടിക്കാം, നമുക്ക് ഒരു ലാർച്ചടിക്കാം, വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ സത്യം ചെയ്ത് ഇറങ്ങി വന്ന ഈ വ്യക്തിയും ചെളിക്കുണ്ടി തന്നെ വീഴും. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ വീണും എഴുന്നേറ്റും നടക്കുന്നതാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക്, നീ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി സ്വർഗരാജ്യം നിനക്ക് അവകാശമാക്കാൻ വേണ്ടിയാണ് നീ ദൈവരാജ്യത്തിൽ എത്തണമെന്ന ചിന്തയിലാണെങ്കിൽ പാപത്തിന്റെ ചെളിക്കുണ്ടിനെ നീ വിട്ടിട്ട് മടങ്ങി വരണം. ചെളിക്കുഴിയിൽ നീ വീണ് കിടക്കരുത്. ഹല്ലേലൂയ. ചെളിയിൽ കിടന്നുരുളുന്നത് ഞാൻ മുമ്പ് ഈ പന്നികളുടെ സ്വഭാവം. മനുഷ്യൻ അധംപതിക്കാൻ പാടില്ല. ഞാനത് പറയുമ്പോൾ ഞാൻ 25 വർഷം മദ്യപാനിയ തിരിച്ചറിവായപ്പോ. എന്നാൽ അതിനു മുമ്പ് ജന്മം തൊട്ട് നോക്കിയാൽ എന്റെ കുടുംബത്തിനകത്ത് മദ്യപാനികളുടെ എണ്ണമായിരുന്നു. അപ്പൊ എന്റെ ചെറുപ്രായം തൊട്ട് ഞാൻ പിച്ച വെച്ച് നടക്കുന്ന കാലം തൊട്ട് എനിക്ക് തിരിച്ചറിവായ സമയം തൊട്ട് ഞാൻ മദ്യം കുടിക്കുന്ന ഓർമ്മയുണ്ട്. അങ്ങനെ പാപത്തിന്റെ ചെളിക്കുണ്ടി വീണ് ഒരു പന്നി ചെളിക്കുണ്ടി കിടന്ന് ഉള്ളുന്ന പോലെയായിരുന്നു എന്റെ ജീവിതം. കുടിച്ചിട്ട് വഴിയിൽ കിടക്കുക, കാലയിൽ കിടക്കുക, വഴിയരികെ കിടക്കുക, കടത്തണയിൽ കിടക്കുക, കള്ളുഷാപ്പിന്റെ പുറത്ത് കിടക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിതം. ആ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്നാണ് ദൈവം എന്നെ പൊക്കിയെടുത്തത്. എന്റെ അനുഭവത്തോട് പറയുമ്പോൾ നിങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ നാട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ അവർ പറയും, എന്റെ സ്വന്തം നാട് ചാത്തന്തറ എന്ന് പറയും. ഫ്രൈസോ അവിടെ ചോദിച്ചാൽ അവർക്ക് ഇത് മാത്രമേ പറയാൻ കാണത്തുള്ളൂ. ഈ വെള്ളത്തിൽ വീണുപോയി ഇരുമ്പ് കോടായി ഒരിക്കലും പൊങ്ങി വരുവാൻ സാധ്യതയില്ലെങ്കിലും പ്രവാചകൻ ഒരു കോല് വെട്ടി ആ വെള്ളത്തിലിട്ടപ്പോൾ ആ കോടാലി പൊങ്ങി വന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പരിശീലിക്കുക, ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണത് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷൻ മനുഷ്യൻ തന്നെത്താൻ ഒഴിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് കാലുവരി ക്രൂശിൽ എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് അവിടെ രക്തം കൊണ്ട് തന്നെ കഴുകി ശുദ്ധീകരിച്ച് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിപ്പെട്ട് കിടന്ന എന്നെ അതിൽ നിന്ന് പൊക്കിയെടുത്ത് ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നത്തെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ മടങ്ങി വരണം.
പ്രൈസറോ. ഇവിടെ പ്രവാചകൻ ചോദിച്ചാൽ അത് എവിടെ വീണു? ആഴമേറിയ യോർദാൻ നദിയിലേക്ക് കോടാലി ഊരി വീണപ്പോൾ ദൈവപുരുഷൻ ചോദിച്ച ചോദ്യമാണ്, അതെവിടെ വീണു? ഹല്ലേലൂയ. അത് ആഴമേറിയ യോർദാനിലേക്ക് കോടാലി വീണ് പോയതുപോലെ എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ലോകത്തിന്റെ പാപത്തിന്റെ ആഴത്തിലേക്ക് നീ വീണു പോകാതെ, വ്യഭിചാരത്തിലേക്ക് നീ വീണു പോകാതെ, മോഷണത്തിലേക്ക് വീണു പോകാതെ, പിടിച്ചുപറിയിലേക്കും കൈക്കൂലിയിലേക്കും വീണു പോകാതെ, കൊള്ളയിലേക്കും കൊള്ള സംഗതത്തിനകത്ത് നീ ചെന്നപ്പെടാതെ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളുടെ കൂട്ടുകെട്ടിലേക്ക് നീ അകപ്പെട്ടു പോകാതെ, നീ മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മരക്ഷകനായി പ്രാപിച്ചുകൊണ്ട് നിത്യജീവന്റെ അവകാശിയായി മാറും. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രമേ ജീവിതമുള്ളൂ, രണ്ടാമതൊരു ജീവിതമില്ല. ഈ ഭൂമിയിൽ നിങ്ങൾ എത്ര കൊലകൊമ്പനായിരുന്നാലും മരിക്കും. ചിലർ വലിയ കൊലകൊമ്പനാന്ന് പറയും. വലിയ കൊമ്പം വീശൊക്കെ വെച്ച മലപ്പുറം കത്തിയൊക്കെ പണ്ടത്തെ പോലെ ഇറക്കി വെച്ച് നടക്കുന്നവർ, ഇന്നും വടിവാളും കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. ഞാനാണ് ഏറ്റവും വലിയ കൊലകൊമ്പൻ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ എത്ര കൊലകൊമ്പനായിരുന്നാലും നിനക്കൊരു മരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ഈ ഭൂമിയിൽ നിന്ന് മാറിക്കൊടുത്തേ മതിയാവൂ. ഈ ഭൂമി നീ മാറിക്കൊടുക്കുമ്പോൾ നിന്റെ നിത്യത എന്ന് പറയുന്നത് എവിടെയായിരിക്കും? മനുഷ്യർക്ക് നിത്യത രണ്ട് സ്ഥലത്താണ്. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന നിത്യത സ്വർഗരാജ്യമാണ്. എന്നാൽ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് ഈ ലോകത്തിന്റെ പാപത്തിൽ മരിക്കുന്ന സകല വ്യക്തിക്ക് ലഭിക്കുന്ന നിത്യത എന്ന് പറയുന്നത് നരകമാണ്. അതുകൊണ്ടാണ് ദൈവജൻ പറഞ്ഞ് നീ പാപത്തിൽ നിന്ന് പുറത്തു വരണം. അപ്പം പ്രവാചകൻ ചോദിക്കാതെ എവിടെ വീണു എന്നാണ്. ഹല്ലേലൂയ. ഒരു കോടാലി പിടിയിൽ നിന്നും ഊരി വീഴുന്നതിന് മുമ്പ് പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ തരും. ഹല്ലേലൂയ. ആദ്യം അതിൽ നിന്ന് ഓരോ ചീളുകൾ ഊരി വീഴും, പിന്നീട് അത് ആടുവാൻ തുടങ്ങും. അപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോയാൽ ഹല്ലേലൂയ ആ കോടാലി ഊരി വീഴും. അതിനാൽ പല അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്കിതിനെക്കുറിച്ച് നല്ല പരിചയമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നീണ്ട 25 വർഷം തടിലോടുകയായിരുന്നു. തടിലോടുകയായിരുന്നു, യൂണിയൻ പണിക്കാരനായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കോടാലിയും വാളും ഒക്കെ, അന്ന് ഞങ്ങൾ ഈ കൈകൊണ്ട് വലിക്കുന്ന വട്ടവാള, പിന്നെ കോടാലി, ഒരുപാട് കോടാലിപ്പണികൾ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ. തടിപ്പണിയല്ലേ. അങ്ങനെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വലിയ കോടാലി, ഏറ്റവും വെയിറ്റുള്ള കോടാലിയെ കൊണ്ട് നടക്കുന്നത്, വെട്ടിയാൽ ആഴത്തിൽ ചെല്ലാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള കോടാലിക്ക് മിക്കവാറും ആ കോടാലിയുടെ കയ്യിൽ നിന്ന് ഇളക്കം വരുമ്പോൾ ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടെ എപ്പോഴും ഉറപ്പിച്ചുകൊണ്ട് നടക്കും. കാരണം അത് ഊരിപ്പോയാൽ ആ കോടാലി ചെന്ന് വീഴുന്നത് എവിടെങ്കിലും അപകടത്തിലായിരിക്കും, ഒന്നെങ്കിൽ ആരുടെയെങ്കിലും ദേഹത്തായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ ഒരു സഹോദരൻ തടി വെട്ടിക്കൊണ്ടിരിക്കുക, പുള്ളി മഴുകൊണ്ടാണ് വെട്ടിക്കൊണ്ടിരുന്നത്. മഴു ആമി പെട്ടെന്ന് ഊരിപ്പോയപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങളുടെ ഒരു സഹോദരന്റെ നെഞ്ചില ആ മഴു ചെന്ന് വീണത്, മുറിഞ്ഞു. പിന്നെ മരുന്ന് വെക്കേണ്ടി വന്നു. അപകടം സൃഷ്ടിക്കും എന്ന് പറഞ്ഞതുപോലെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിത വീഴ്ചയ്ക്ക് മുമ്പ് പല പ്രാവശ്യം ഈ കോടാലിയുടെ ചീളുകൾ ഇളകി കോടാലി കിളക്കം വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ചീളുകൾക്ക് വിളക്കം വരാം. പ്രൈസ് ദി ലോർഡ്. അതിനെ നീ വളരെ സൂക്ഷിക്കണം. കോടാലിയുടെ ചീളുകൾ ഇളകുമ്പോൾ ആ കോടാലിപ്പിടിയിൽ കയ്യിൽ കിടന്ന് ഇളകുമ്പോൾ ആ ചീളുകൾ വീണ്ടും വെച്ച് ഉറപ്പിക്കാതെ കോടാലി കൊണ്ട് വെട്ടിയാൽ അപകടം ഉണ്ടാകും. ഞങ്ങളൊക്കെ അനുഭവസ്ഥരായതുകൊണ്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നിന്റെ ജീവിതത്തിൽ നീ വീഴ്ചയ്ക്ക് മുമ്പ്, നീ തകർന്നു മുമ്പ് ചില ചീളുകളൊക്കെ നിന്റെ ജീവിതത്തിൽ ഇളകുന്നെന്ന് തോന്നിയാൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. എന്താണ് ജീവിത വീഴ്ചയ്ക്ക് മുമ്പ് അല്പാൽപമായി ചീളുകൾ ഊരി വീഴുന്നു എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം വായിച്ചു പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ആദ്യമായി നിന്റെ പ്രാർത്ഥന ജീവിതം കുറയാൻ തുടങ്ങും. ആദ്യമായി നിന്റെ പ്രാർത്ഥന ജീവിതം കുറയും. പിന്നെ നിന്റെ വിശ്വാസം കുറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിന്റെ വചന ധ്യാനം കുറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മ പിന്നോക്കം പോകാൻ തുടങ്ങും. ദൈവസഭയുമായി ബന്ധമില്ലാതെ വരും. ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് നീ പോകാതെ വരും. ആരാധനയെ നീ അല്ലെങ്കിൽ അലസമായി കാണാൻ തുടങ്ങും. പ്രാർത്ഥിക്കുവാൻ സമയമില്ലാതെ വരും. കുടുംബ പ്രാർത്ഥനയിൽ നീ ഇരിക്കില്ല.
ഞായറാഴ്ച നീ മറ്റ് പലവിധമായ ഉപാധികൾ പറഞ്ഞ് പാപത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് പോകും. അങ്ങനെ വിവിധ ചീളുകൾ നിന്റെ ജീവിതത്തിൽ ഇറങ്ങും. പ്രാർത്ഥന, ആരാധന, വചനധ്യാനം, വിശ്വാസം, ഉപവാസം, കൂട്ടായ്മകൾ, ദൈവമക്കളുള്ള സംസർഗങ്ങളെല്ലാം അങ്ങനെയുള്ള അതിൽ നിന്നൊക്കെ നീ പിന്നോക്കം പോകുമ്പോൾ ഓർത്തോണം, നിന്റെ ജീവിതത്തിൽ അനവധി ചീളുകൾ ഇളകി നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിലേക്ക് നീ വന്നിരിക്കുക. പ്രേക്ഷക, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവം, ആരാധനയുടെ, വചനധ്യാനത്തിന്റെ, ഉപവാസത്തിന്റെ, സമർപ്പണത്തിന്റെ, വിശുദ്ധിയുടെ അനുഭവം നഷ്ടപ്പെടുത്തി കളയരുത്. പാപത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് നിന്നെ വലിച്ചുകൊണ്ട് സാത്താൻ പോകുമ്പോൾ നിന്റെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടും. പ്രേക്ഷകോ, അതുകൊണ്ട് പാപത്തിന്റെ ചെളിക്കുണ്ടി വീഴുന്നതിന് മുമ്പ് നീ മടങ്ങി വരണം, രക്തം ചെയ്യും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 2 കൊരിന്ത്യർ 7 അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കി ദൈവനയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. അതെ, ഈ കോടാലി യോർദാന്റെ ആഴത്തിൽ ചെളിക്കുണ്ടിലേക്ക് വീണു പോയതുപോലെ നീ ഈ ലോകത്തിന്റെ പാപത്തിന്റെ ചെളിക്കുണ്ടിന്റെ ആഴത്തിൽ വീണ് കിടക്കുകയല്ലേ. ദൈവമായി ബന്ധമില്ലാതെ, ദൈവമായി കൂട്ടായ്മയില്ല, സംസർഗമില്ലാതെ, ദൈവമായിട്ട് ചേർന്ന് നടക്കാതെ ഈ ലോകത്തിന്റെ വെറുക്കൂത്തിൽ അകപ്പെട്ട് നീ കിടക്കുകയല്ലേ. ലോകത്ത് സ്വതവും പട്ടണവാതുക്കൽ പോയിരുന്ന പോലെ നീ രാവിലെ എഴുന്നേറ്റിൽ വീട്ടിൽ നിറങ്ങി പട്ടണവാതുക്കൽ പോയിരുന്ന് പൊട്ടച്ചൊല്ലും, കളിവാക്കും, ചീത്തത്തരമൊക്കെ പറഞ്ഞ് നീ ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്നെങ്കിൽ ശ്രോതാവി, നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി എത്ര ഭയാനകമായിരിക്കും. രക്തം ചെയ്യും, മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. പ്രൈസ്. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓരോരോ ചീളുകൾ ഇളകി നിങ്ങളെ ദൈവത്തിൽ നിന്നില്ലായ്മപ്പെടുത്തും. അങ്ങനെ ദൈവഭയം നിനക്കില്ലാതെ വരും. ഹല്ലേലൂയ. ദൈവഭയം നിന്നില്ലാതെ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരാൻ തുടങ്ങും. പ്രതിസന്ധികൾ വർദ്ധിക്കും, പ്രശ്നങ്ങൾ വർദ്ധിക്കും. ഹല്ലേലൂയ. ഒടുവിൽ നിന്റെ ആത്മജീവിതം ആടി ഉലയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കൊടും കാറ്റടിക്കുമ്പോൾ, കാറ്റ് ആഞ്ഞു വീശുമ്പോൾ മരങ്ങൾ ആടി ഉലയുന്നത് പോലെ, മരങ്ങൾ കടമുഴകി വീഴുന്നത് പോലെ പാപത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് നീ വീണ് കഴിയുമ്പോൾ നിന്റെ വിശ്വാസ ജീവിതം, ആത്മജീവിതം മരങ്ങൾ ആടി ഉലഞ്ഞ് അതിന്റെ കൊമ്പുകൾ, ശിഖരങ്ങൾ വരിഞ്ഞു മുറുകി പൊട്ടിത്തെറിക്കുന്നത് പോലെ, മരങ്ങൾ കടപുഴകി വീഴുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ വീഴ്ച ഭയാനകമായിരിക്കും. അങ്ങനെ വീടുപോയി 1000കണക്കിന് ജനങ്ങളെ കാണിക്കാനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, വെള്ളത്തിൽ വീണുപോയ കോടാലി അത് എവിടെ വീണു എന്ന് പ്രവാചകൻ ചോദിച്ചവനെ അത് കാണിച്ചു കൊടുത്തപ്പോൾ അവനൊരു കോരി വെട്ടി ആ വെള്ളത്തിലിട്ടപ്പോൾ ആ കോടാലി പൊങ്ങി വന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി അവന്റെ ആ ക്രൂശിലെ മരണത്താൽ രക്തത്താൽ നിന്നെ കഴുകി വെടിപ്പാക്കി നിന്നെ വിശുദ്ധീകരിച്ച് ദൈവസഭയുടെ ഭാഗമായി നിർത്തിയിരിക്കുമ്പോൾ രക്തം ചെയ്യും. ഇനി നീ പാപത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് വീഴരുത്. ഹല്ലേലൂയ. ഇവിടെ ശിംശോൻ ഉല്ലാസത്തിന്റെ ചേറ്റിൽ വീണുപോയപ്പോൾ പല പ്രാവശ്യം അവന്റെ ആത്മജീവിതം തകർന്ന തരിപ്പണമായി എന്ന് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായത്തിൽ വായിക്കുമെന്ന് കണ്ട് ദലീലയുടെ വഞ്ചനയിൽ അകപ്പെട്ട് ദലീലയുടെ വാക്കുകളിൽ, അവളെ സന്തോഷിപ്പിക്കുന്ന അവളുടെ വാക്കുകളിൽ, അവളുടെ വശീകരണത്തിൽ അകപ്പെട്ടു പോയ ശിംശോൻ, അമ്മയുടെ ഗർഭം മുതൽ നാസര് വധക്കാൻ നയിക്കുന്ന ശിംശോൻ ദലീലയുടെ മടി അന്വേഷിച്ചു പോയത് കൊണ്ട് എന്ത് ചെയ്തു? അവൻ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണു. ഹല്ലേലൂയ. അപ്പൊ ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം വായിക്കുമ്പോൾ 11 വാക്യം, അവൻ അവളോട് ഒരിക്കലും പെരുമാറിയിട്ടാത്ത പുതിയ കയർ എന്നെ ബന്ധിച്ചാൽ, 10 വാക്യം തൊട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ദലീല ശിംശോനോട്, നീ എന്നെ ചതിച്ച് എന്നോട് ഭോഷ്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത ഒരു പുതിയ കയർ കൊണ്ട് നിന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെയാകും. ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ച്, ശിംശോനെ ഫെലിസ്ത്യൻ ഇതാ വരുന്നു എന്ന് അവനോട് പറഞ്ഞു. പതിയിരിപ്പുകാർ ഉൾമുറിയിൽ ഉണ്ടായിരുന്നു. അവനോ ഒരു നൂൽ പോലെ
തന്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. അവൾ വീണ്ടും പരിശോധിച്ചു. ഹല്ലേലൂയ. അവനെ പരിശോധിച്ചു. അവന്റെ തലയിലെ 7 ജഡ നൂൽപ്പണവിൽ ചേർത്ത് തുന്നിയാൽ അവനെ ബന്ധിക്കാം എന്ന് അവളോട് പറഞ്ഞു. അവൾ അത് ചെയ്തു. അതിനെ സമ്മതിച്ചു. അവസാനം അവൾ പറഞ്ഞു, നീ എന്നോട് സ്നേഹമില്ല, നിന്റെ മനസ്സ് മുഴുവൻ നീ എന്നോട് അറിയിച്ചിട്ടില്ല. അങ്ങനെ വളരെ ശിംശോനെ ദലീല അസഹ്യപ്പെടുത്തപ്പോൾ ശിംശോൻ ദലീലയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയ. ലേലിയ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം എന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവൾ അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ചു, തലയിലെ ജഡ 7 കളയിച്ചു. അവസാനം അവൻ പറഞ്ഞു, എന്റെ തലയിലെ മുട്ടി മുഴുവൻ കത്തിരിച്ച് കളയിച്ച എന്റെ ബലം പോകും. അവൾ ആളുകളെ വിളിച്ച് ഇവനെ മടിയിൽ കിടത്തി ഉറക്കിയിട്ട് എന്ത് ചെയ്തു? അവന്റെ തലയിലെ ജഡം മുഴുവൻ മുറിച്ചു കളഞ്ഞ് അവന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. ശിംശോനെ ഫിലിസ്തീനിതാന്ന് പറഞ്ഞ മുമ്പിലത്തെ പോലെ അവൻ കുടഞ്ഞെഴുന്നേക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ശക്തി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഫിലിസ്തീൻ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ശിംശോൻ അമ്മയുടെ ഗർഭം മുതൽ ആശീർവാദക്കാരനായിരിക്കുന്ന ശിംശോന്റെ ജീവിതത്തിൽ വന്നുപോയ പാപത്തിന്റെ ചെളിക്കൊണ്ട് ദലീലയുടെ മടിയിലേക്ക് വീണ് ആ മടിയിൽ ഉറങ്ങി കഴിഞ്ഞപ്പോൾ അവന് ദൈവം കൊടുത്ത ശക്തി ക്ഷയിച്ചു പോയി. ഇന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അനുപത്തി ദൈവദാസന്മാർ, ഹല്ലേലൂയ, അനുപത്തി ദൈവദാസന്മാർ ഇതുപോലെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ ദലീലയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി ഉല്ലസിച്ചതുപോലെ അനുപത്തി ആളുകൾ ഈ നാളുകളിൽ വീണ് കിടക്കുക. ഹല്ലേലൂയ. അവൻ പാപത്തിന്റെ ഉല്ലാസ ചേറ്റിൽ വീണുപോയ ആമേൻ ശിംശോനെ പോലെ പലരുടെയും ആത്മജീവിതം തകർന്നു കിടക്കുക. ദലീലയുടെ മടിയിൽ കിടന്ന അവൻ ദൈവമക്കളുടെ കൂട്ടായ്മയെ കാണിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ആ കൂട്ടായ്മയിൽ നിന്ന് അവൻ ഉപേക്ഷിക്കപ്പെടുന്നു. ദലീലയുടെ മടിയിൽ കിടന്നവൻ, ഹല്ലേലൂയ, ദൈവമക്കളായിരുന്ന കൂട്ടായ്മയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവനായി മാറി. ഹല്ലേലൂയ. കാരണം അവൻ ദലീലയുടെ മടി തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഓരോ പ്രാവശ്യവും അവൾ ഇതാ ഫിലിസ്തീർ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൻ തന്റെ ദൈവിക ബലം ആടുന്നതും മനസ്സിലാക്കി. ഒടുവിൽ അവളുടെ പരീക്ഷയിൽ അവൻ വീണുപോയി. അവന്റെ കണ്ണുകൾ പിഴുതെടുത്ത് കുത്തിപ്പൊട്ടിച്ചു കയ്യിൽ ചെമ്പ് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സ്വഭാവേ, പാപത്തിന്റെ ചെളിക്കൊണ്ട് നീ വീണു പോകരുത്. ദലീലയുടെ മടിയിൽ തലവെച്ചുറങ്ങിയ ശിംശോൻ പാപത്തിന്റെ ചെളിക്കുണ്ടി വീണ് അവന്റെ അഭിഷേകം നഷ്ടപ്പെട്ടുപോയി. ഫിലിസ്തീൻ അവരെ പിടിച്ച് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചതുപോലെ ഇന്ന് പലരും ബന്ധിക്കപ്പെട്ട് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. പല ആളുകൾ ഇതുപോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് അവന്റെ രക്തത്താൽ കഴുക പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളായി പലരും പുറപ്പെട്ടെങ്കിൽ ഇന്ന് പലരും ദലീലയുടെ മടിയിലാണ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം നാം ദലീലയുടെ മടിയിൽ വീണാൽ, ഒരു പ്രാവശ്യം നാം വ്യഭിചാരത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ വ്യഭിചാരാത്മാവ് ബാധിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ വ്യഭിചാരത്തിന്റെ ആത്മാവ്, മോഷണത്തിന്റെ ആത്മാവ്, പിടിച്ചോറിന്റെ ആത്മാവ്, ദിവ്യാഗ്രഹത്തിന്റെ ആത്മാവ്, കൊള്ളപ്പലിശയുടെ ആത്മാവ്, കൈക്കൂലിയുടെ ആത്മാവ്, ആത്മഹത്യയുടെ ആത്മാവ്, ഹല്ലേലൂയ, അങ്ങനെയുള്ള ദുർനടപ്പിന്റെ ആത്മാവ്, മദ്യത്തിന്റെ, ഇങ്ങനെയുള്ള കുറെ ദുരാത്മാവിന്റെ ആസക്തികൾ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആഗ്രഹം നമ്മോടായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പാപത്തിന്റെ ചെളിക്കുണ്ടി നീ വീണു പോകരുത്. ഇരുമ്പ് കോടാലി വെള്ളത്തിൽ വീണുപോയപ്പോൾ ആ വെള്ളത്തിൽ വീണുപോയ കോടാലിയെ പൊക്കിയെടുത്തതുപോലെ പാപത്തിന്റെ ചെളിക്കുണ്ടി ദൈവം നിന്നെ പൊക്കിയെടുത്ത് ദൈവസഭയുടെ തൂണുകളാക്കി മാറ്റി നിർത്തിയിരിപ്പോൾ, തൂണുകളാക്കി മാറ്റിയപ്പോൾ നീ ഇനി ഇളക്കം വരാൻ പാടില്ല. നിങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഉയർച്ചയില്ല, ഞങ്ങൾക്ക് നന്മയില്ല, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, നിങ്ങൾ പലപ്പോഴും ചോദിക്കാറില്ലേ? ഞങ്ങൾക്ക് ശാപമാണ്, ഇതെല്ലാം ഞങ്ങളുടെ തലവിധിയാന്നൊക്കെ പറഞ്ഞ് പലരും സ്വയം ഒഴിയുന്നത് കാണാൻ കഴിയും. ചിലരുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ മുഖാന്തരം പാപം വന്ന് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പരിശോധനകൾ, ചോദന വരും, പറയും ഞങ്ങളെ ദൈവം സ്നേഹിക്കുന്നില്ല, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറുന്ന പലരെയും കാണാൻ കഴിയും. രക്തജയം. എന്നെ കേൾക്കുന്ന ശ്രോതാവിയെ,
ഈ കോടാലിയുടെ ചീളുകൾ ഇളകുമ്പോൾ കോടാലി ആമയിലൊരിയ ഈ അതിന്റെ കൈപ്പിടി കിടന്ന് ഇളകുമ്പോൾ ആ ചീളുകൾ ഉറപ്പിച്ച കോടാലി വീണ്ടും ആമയിലരി ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ അത് ഇളകി വീണ് അപകടമുണ്ടാകുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, പാപത്തിന്റെ വശീകരണത്തിന്റെ ഈ ആസക്തിയിലേക്ക് നിന്നെ പിശാച് വലിച്ചുകൊണ്ടു പോകുമ്പോൾ, ഹല്ലേലൂയ, നീ അത് കണ്ടിട്ട് അതിൽ നിന്ന് മടങ്ങി വരണം. മാനസാന്തരപ്പെടണം. മടങ്ങി ഈ ലോകത്തിന്റെ സുഖത്തെ നീ ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ തിന്നു കുടിച്ച് പുളച്ചു മതിച്ച് ഇവിടെ ഉല്ലാസ ജീവിതം നയിക്കുന്ന ശ്രോതാവി, ഹല്ലേലൂയ, നിന്റെ അവസാനം നിത്യനരകമായിരിക്കും. ചിലരൊക്കെ പറയും ഹോട്ടലിലൂണ് മോട്ടറെ കിടപ്പെന്നൊക്കെ പറയും പണ്ടൊക്കെ. അതെ, നിന്റെ ഈ ലോകത്തിന്റെ ഉല്ലാസ സുഖമുണ്ടല്ലോ നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലേ? അപ്പം പാപത്തിന് അധീനമായ ശരീരത്തിൽ നീ വിടുവിക്കപ്പെടണം. അതുകൊണ്ട് പൗലോസ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കുമെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. അതെ, പാപത്തിന് അധീനമായ ശരീരത്തിൽ നീ വിടുവിക്കപ്പെടണം. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവിധമായി സ്വീകരിച്ചവൻ, അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചവൻ പിന്നീട് പാപം ചെയ്തില്ല. കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ കൽപ്പന സ്നാനം ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന മാനസാന്തരപ്പെട്ടവർ പിന്നെ പാപം ചെയ്യത്തില്ല. പിന്നെ പാപം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവരാണ്. അവർ വെള്ള വേഷം ധരിച്ച് ആട്ടും തോലണിഞ്ഞ് ചെന്നായ്ക്കളെ പോലെ സഭയ്ക്കകത്തിരിക്കുന്ന അനവധി പാപത്തിന്റെ ചെളിക്കുണ്ടി വീണ് കിടക്കുന്നവരുണ്ട്. കണ്ടാൽ വിശ്വാസികളാ. അവർ ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ അന്യഭാഷയൊക്കെ ശക്തമായിട്ട് പറയും. ഹല്ലേലൂയ, അവരെ കണ്ടാൽ ഒന്നിനും കുറവ് കാണത്തില്ല. അവരെല്ലാ കൂട്ടായ്മയിലും കാണും. പക്ഷേ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ടില്ല, പാപത്തിൽ വീണ് കിടക്കുന്നു. അങ്ങനെയുള്ളവർ ഉള്ളിൽ മാനസാന്തരം വന്നിട്ടില്ല. ഉള്ളിൽ മാനസാന്തരം വന്നാൽ പിന്നെ നമ്മൾ ആ പാപത്തിലേക്ക് പോകത്തില്ല. ദലീലയുടെ മടിയിൽ വീണ് കിടക്കുന്ന ശിംശോനെ പോലെ ആ പാപത്തിന്റെ ഉല്ലാസത്തിന്റെ ചെളിക്കുണ്ടി വീണ് കിടക്കുന്ന അനവധി ആളുകൾ ഇന്ന് വിശ്വാസത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദാവീദിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് പല സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തന്റെ ജീവിതത്തിൽ വന്നു. ഇതുപോലെ തന്നെ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനും പാപത്തിൽ വീണു. ഹല്ലേലൂയ. അവിടെ നമ്മൾ 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഊരിയാവിന്റെ ഭാര്യയായിരിക്കുന്ന ബേർശബയുടെ മേൽ ദാവീദിന്റെ കണ്ണു പതിഞ്ഞു. തന്റെ അനുയായികളോടൊപ്പം യുദ്ധത്തിന് പോകേണ്ട ദാവീദ് യുദ്ധത്തിന് പോകാൻ അതിന്റെ കൊട്ടാരത്തിന്റെ മാളികയുടെ മട്ടുപ്പാവിൽ കയറി ഉലാവിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്തോത്രം, ഊരിയാവിന്റെ ഭാര്യയും അവളുടെ കൂട്ടുകാരും കൂടെ കുളിക്കുവാൻ കുളിക്കടവിൽ വരുന്നതും. അങ്ങനെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരുന്ന ദാവീദിന്റെ കണ്ണുകൾ ഊരിയാവിന്റെ ഭാര്യയുടെ മേൽ ദൃഷ്ടി വെച്ചു. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ അവന്റെ കൊട്ടാരത്തിൽ ക്ഷണിച്ചു വരുത്തി. പിന്നത്തെ ഊരിയാവിനെ ഹല്ലേലൂയ യുദ്ധത്തിന്റെ മുമ്പിൽ നിർത്തി കൊല്ലുവാനൊരു കത്തൊക്കെ എഴുതി യോവാബിനെ ഏൽപ്പിച്ച് അങ്ങനെ യുദ്ധം മുറുകിയപ്പോൾ ഊരിയാവിനെ യുദ്ധത്തിന്റെ മുമ്പിൽ നിർത്തി അവൻ വാളാൽ പെട്ടുപോയി. ഊരിയാവിന്റെ ഭാര്യയെ ദാവീദ് ഭാര്യയായിട്ടെടുത്തു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പെറുതെന്ന് പറഞ്ഞതുപോലെ തന്റെ അനുയായികളോടൊപ്പം യുദ്ധത്തിന് പോകേണ്ട ദാവീദ് യുദ്ധത്തിന് പോകാതെ അവൻ മാളിക മുൽ മട്ടുപ്പാവ് ഉലാവിക്കൊണ്ടവനെ പാപത്തിൽ വീഴും. ഈ സംഭവം നാഥാം പ്രവാചകൻ ചെന്ന് ദാവീദിനോട് പറയുന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് ദാവീദ് കൊടും പാപിയാണ്, പാപത്തിന്റെ ചിലക്കുണ്ട് വീണുപോയി. ശിംശോൻ ദലീലയുടെ മടിയിൽ വീണുപോയതുപോലെ ദാവീദും വീണുപോയതറിഞ്ഞത്. അങ്ങനെ ദാവീദ് ഹല്ലേലൂയ. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായെന്ന് നമ്മൾ ഈ 2 ശമൂവേൽ ദിവസം 11-ാം അധ്യായം വായിക്കും കാണുന്നുണ്ട്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് ദാവീദ് വീട് കെട്ടുന്ന നെടുമ്പാങ്ങോട് കരയുക. താൻ ചെയ്തു പോയ പാപത്തെ കുറിച്ച് നാഥാം പ്രവാചകൻ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ താനൊരു കുറ്റവാളിയാണെന്ന് തന്റെ ഉള്ളിൽ വന്ന് താൻ നെടുമ്പാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആ കരഞ്ഞ് നിലവിളിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം അവനോട്
ക്ഷമ കൊടുത്തുവെങ്കിലും ദൈവം ക്ഷമിച്ചുവെങ്കിലും ദൈവാത്മാവ് പറയുന്നുണ്ട് 2 ശമൂവേൽ 12-ാം അധ്യായം അതിന്റെ അല്ലെങ്കിൽ സ്തോത്രം 10-ാം വാക്യം വായിക്കും ഇങ്ങനെയുണ്ട്. ഹല്ലേലൂയ. നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല എന്നൊക്കെ വാർത്ത ചെയ്യുന്നു. നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യയെടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. ഹല്ലേലൂയ എന്നൊക്കെ ദാവീദിന്റെ മേൽ വലിയ ന്യായവിധിയുടെ വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ നിന്റെ ഭവനത്തിൽ വാൾ മാറിപ്പോകരുത്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവത്തെ നിരസിച്ച്, ദൈവകൽപ്പന നിരസിച്ച്, ദൈവവചനത്തെ നീ പുറംകാലുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് നീ വിശ്വസിച്ച, നീ കർത്താവിനെ ഏറ്റുപറഞ്ഞ ആ വിശ്വാസ പ്രമാണം നീ വ്യതിരിച്ച്, അല്ലെങ്കിൽ നീ വീണ്ടും പാപത്തിലേക്ക് വീണുപോയാൽ നിന്റെ ഭവനത്തിനകത്തൊരു വാൾ കിടക്കും. ആ വാൾ നിന്റെ ഭവനത്തെ വിട്ടു മാറുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറഞ്ഞു ഞങ്ങൾക്കിത് വിധിയാ, ഞങ്ങളുടെ തലേ വിധിയാ, ഞങ്ങളുടെ തലേ വരെയാ. മനുഷ്യൻ ജനിച്ചപ്പോഴേ അവന്റെ തലയിൽ ദൈവം വരച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന അനുഭവത്തെ ആളുകളോട് പറയട്ടെ, ദൈവം നിന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. പിന്നെ എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഈ കോടാലി വെള്ളത്തിൽ വീണുപോയതവൻ നീ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണുപോയി. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണുപോയ നിനക്ക് ഉയരുവാൻ കഴിയാത്ത വിധത്തിൽ നീ ചെളിയിൽ കിടന്ന് ഉരുളുകയാ. ചെളിയിൽ കിടന്ന് ഉരുളാതെ സഹോദരൻ, നീ പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങുക, മാനസാന്തരപ്പെട്ട് മടങ്ങുക. ദാവീദ് നിലവിളിച്ചതുപോലെ നീ നിലവിളിക്കണം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്, നിന്റെ സന്നിധിനെ തള്ളിക്കളയരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. മനസ്സൂരിക്കൂടെ ആത്മാവിനാൽ എന്നെ താങ്ങണമെന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് 51-ാം സങ്കീർത്തനം 10-12 വാക്യത്തിൽ നിലവിളിക്കുന്നവൻ നിലവിളിച്ച് മടങ്ങി വന്നാൽ നിന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഒത്തിരി പേര് ഇപ്പം ചെളിക്കുണ്ടിൽ വീട് കിടക്കുക. അന്യജടം മോഹിച്ച് സ്വന്തം ഭാര്യ ഭവനത്തിനകത്തുണ്ടായിട്ടും യൗവനത്തിൽ ഉഭയസമ്മതപ്രകാരം വിവാഹം കഴിച്ച് സ്വന്തം ഭാര്യ ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ ദൈവം നിന്റെ കൂടെ തന്നിട്ട് നീ അന്യജടം മോഹിച്ച് അന്യ പരസ്ത്രീയോടൊപ്പം നീ കഴിയുന്നവനാണോ? സ്വന്തം ഭർത്താവിനെ നിന്റെ ജീവിതത്തിൽ തക്ക തുണയായിട്ട് തന്നിട്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് മറ്റു പുരുഷന്റെ കൂടെ നീ കിടക്കുന്നവളാണോ? ഹല്ലേലൂയ. വഞ്ചന, ചതിവ്, അങ്ങനെ പാപത്തിന്റെ ഉല്ലാസത്തിൽ ദാവീദ് ശിംശോൻ വീണുപോയതുപോലെ നീ വീണ് കിടക്കുകയാണോ സഹോദരി, സഹോദരി? ഹല്ലേലൂയ. ശിംശോന്റെ കണ്ണു കുത്തി പൊട്ടിച്ച് ചെമ്പുചെങ്ങല കൊണ്ട് ബന്ധിച്ചതുപോലെ ദാവീദിന്റെ വാൾ നീങ്ങിപ്പോകാതെ അനർത്ഥവന്റെ ഭവനത്തിൽ നിന്ന് വരുത്തുന്നു പറഞ്ഞതുപോലെ നീ ചെയ്ത പാപത്തിന്റെ പ്രവൃത്തി നീ അനുഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖന 8 വായിക്കുക, ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിന്റെ ചിന്ത മരണം. റോമാലേഖന 5, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം കുടിക്കും, ജഡത്തിൽ വിതയ്ക്കും ജഡത്തിൽ കൊയ്യുമെന്ന്. ആത്മാവ് വിതയ്ക്കുന്ന ആത്മാവ് കൊയ്യും. നീ ജഡത്തിൽ വിതച്ചത് നീ തന്നെ കൊയ്യും. ഹല്ലേലൂയ. പരസ്പരം അമലിയ വിശ്വാസ വഞ്ചന കാണിച്ച് കുടുംബത്തിനകത്ത് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് ഈ ഇരുമ്പ് കോടാലി പാപത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് പോയതുപോലെ, യോർദാന്റെ ആഴത്തിലെ ചെളിക്കുണ്ടിൽ ഇരുമ്പ് കോടാലി വീണുപോയതുപോലെ നീയും ഈ ലോകത്തിന്റെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുക ശ്രോതാവി. ഹല്ലേലൂയ. നീ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അന്യജഡം മോഹിച്ച് നീ ലോകത്തിന്റെ പാപത്തിന്റെ ഉല്ലാസത്തിൽ വീട് കിടക്കുന്നവനാണോ? ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിന്റെ ശാപമാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ രക്തം ചെയ്യും. പിന്നീട് നീ പാപത്തിലേക്ക് വീഴരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പാപത്തിലേക്ക് ഉപദേശങ്ങൾക്ക് നീ ചെവി കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്ന കർത്താവ് ദാവീദിന്റെ കുടുംബത്തിൽ വാൾ മാറിപ്പോവുകയില്ല. അതുപോലെ തന്നെ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ സംഭവം നമുക്കറിയാം. ഹല്ലേലൂയ. പത്രോസ് കർത്താവ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ശ്രദ്ധിക്കുവാൻ ആദ്യം അവൻ യേശുവിനെ വിട്ടു ദൂരെ പോയി, പിന്നീട് അരമനയിലെ സൈനികരോടൊപ്പം തീകാഞ്ഞുകൊണ്ടിരുന്ന ഒടുവിൽ ക്രിസ്തുവിനെ അവൻ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് അവൻ തള്ളപ്പെട്ടു.
മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു പറയുകയാണ്. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയൂ എന്ന് പറഞ്ഞു. ഞാൻ തള്ളിപ്പറയൂ എന്ന് ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറയാ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളിപ്പറയില്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം എന്റെ 70-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. 70-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനവൻ, നീ പറയുന്നു എനിക്ക് തിരിയുന്നില്ല എന്നെല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവനും നസ്രായന യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണം എന്നെ വെളിവാക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. അപ്പോൾ ഹല്ലേലൂയ, കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞു വാക്ക് പത്രോസ് ഓർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അവിടെ പത്രോസിന്റെ വീഴ്ചയ്ക്ക് മുമ്പേ യേശു പറഞ്ഞു, കോഴി കൂകും മുമ്പേ ഹല്ലേലൂയ അല്ലെ നീ എന്നെ തള്ളിപ്പറയും. യേശു പറഞ്ഞു, ഈ രാത്രി കോഴി കൂകുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞില്ല, ശിഷ്യന്മാരും നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും. എന്നാൽ ഈ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നീ കർത്താവിനെ തള്ളിപ്പറഞ്ഞ മുമ്പ് കർത്താവ് നിന്നെ ഓർപ്പിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ചീളുകൾ ഓരോന്നായി ഇളകുവാൻ തുടങ്ങുമ്പോൾ നീ അത് തിരിച്ചറിഞ്ഞ് മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. ഇവിടെ ശിംശോന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയും ദാവീദിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയും പത്രോസിന്റെ ജീവിതത്തിൽ വീഴ്ചയും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ തലമുറ വിശുദ്ധി ജീവിക്കാൻ വേണ്ടിയിട്ടാ. നാം പാപത്തിന് ചെളിക്കുടിലേക്ക് വീണു പോകാതെ കർത്താവ് യേശുക്രിസ്തുവിനെ വിശുദ്ധിയോടെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വീണുപോയ അവസ്ഥയിലായിരിക്കുന്നുവോ, പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നുവോ, നിങ്ങൾ ഏത് സ്ഥലത്ത് വീണുവെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതെ, നിങ്ങൾ വീണുപോയ അവസ്ഥ ഏതാണ് എന്ന് നീ തിരിച്ചറിയണം. നീ വീണ് പോയിട്ടുണ്ടെങ്കിൽ മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, ചെടികതയ്ക്ക്, വ്യഭിചാരത്തിന്, രാഷ്ട്രീയത്തിന്, സ്ഥാനമാനങ്ങൾക്ക്, അധികാരങ്ങൾക്ക് വേണ്ടി, ദിവ്യാഗ്രഹം, കൊള്ളപ്പലിശയിൽ എവിടെയെങ്കിലും നീ വീണു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ മടങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുമ്പോൾ ഹല്ലേലൂയ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാം അധ്യായം എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നതിന് നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അത് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് അറിഞ്ഞ് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ എവിടെയാണ് വീണു പോയത്? എഫെസോസ് സഭയുടെ ദൂതനെ എഴുതുമ്പോൾ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ നീ എവിടെയാണ് വീണുപോയത്? ഏത് പാപത്തിലാണ് നീ വീണുപോയേ? ഹല്ലേലൂയ. ഏത് കൂട്ടുകെട്ടിലാണ് വീണുപോയേ? ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറയോട് പറയട്ടെ, ഇന്റർനെറ്റും മൊബൈലും വാട്സപ്പും മെസ്സഞ്ചറും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ വളരെ വർദ്ധിച്ചു നിൽക്കുന്ന കാലഘട്ടമാണ്. കൈയുടെ വിരൽത്തുമ്പിൽ പാപം ഏത് സമയത്തിന്റെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന തരത്തൊക്കെ നിന്റെ മൊബൈലിലൊക്കെ താണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ ഏതിൽ വീണിരിക്കുന്നേ? ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട് മൊബൈൽ നീ അഡിക്റ്റായി മാറിയോ? മൊബൈലിന് അഡിക്റ്റായി മാറിയതാണ് എന്റെ ജീവിതം. ഈ ലോകത്തിന്റെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നീ വീണ് കിടക്കുകയാണോ? ഹല്ലേലൂയ. നിന്റെ ആരാധന നഷ്ടപ്പെട്ട്, പ്രാർത്ഥന നഷ്ടപ്പെട്ട്, കൂട്ടായ്മ നഷ്ടപ്പെട്ട്, ദൈവമക്കളുമായിട്ട് സംസർഗം നഷ്ടപ്പെട്ട് ഇന്ന് നിന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ നിനക്ക് ദേഷ്യമോ ഉപാധികൾ പറഞ്ഞ് ഒഴികഴിഞ്ഞു മാറിപ്പോകുന്ന അനുഭവമല്ലേ നിന്റെ ജീവിതം? അതുകൊണ്ട് മകൾ പരിശുദ്ധാത്മ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന്
ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരം അല്ല നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അതാണ് ദൈവത്തിന്റെ ആത്മാവ്. അപ്പം വീണുപോയി ഇടത്തിൽ നിന്ന് ഒരിക്കലും വീണുപോയ ഇടത്തൊരിക്കലും നീ കിടക്കരുത്. നീ വീണു പോയവനാണെങ്കിൽ അവിടെ കിടന്നുരുളുവാൻ നീ ഒരുങ്ങരുത്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ചെളിക്കുണ്ടി വീണ പാന്തി കിടന്നുരുളുന്നത് പോലെ നീ വീണുപോയ ചെളിക്കുണ്ടിൽ, പാപത്തിന്റെ ചെളിക്കുണ്ടി വീണ് കിടന്നുരുളാതെ ഹല്ലേലൂയ അവിടെ നിന്ന് നീ കരകയറണം. കൊടുങ്കാറ്റിനാൽ മരങ്ങൾ താഴെ വീഴുന്നുവെന്നാൽ വീണ സ്ഥലത്ത് തന്നെ കിടക്കുന്നത് പോലെ, അല്ലെ, കൊടുങ്കാറ്റടിച്ചു മരങ്ങൾ കടപുഴകി വീഴുമ്പോൾ ആ മരം വീണ സ്ഥലത്ത് തന്നെ കിടക്കുന്നത് പോലെ പാപത്തിൽ വീണ നീ അവിടെ തന്നെ കിടക്കാതെ, അവിടെ കിടന്നുള്ളാതെ നീ അവിടെ നിന്ന് എഴുന്നേക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നാം എഴുന്നേൽക്കണം. കർത്താവ് നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ ശക്തനാണ്. കർത്താവ് നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ ശക്തനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കുമെന്ന് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. അതെ, ഈ ലോകത്തിന്റെ പാപം വിട്ട് മടങ്ങിവ. കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റുവാസനമായിരിക്കുന്ന സ്വർഗരാജ്യം നിനക്ക് അവകാശമാക്കി എടുക്കണമെങ്കിൽ നീ മടങ്ങി വരണം. അതുകൊണ്ട് പ്രവാചക ശിഷ്യന്മാരെല്ലാവരും മരം വെട്ടാൻ പോയപ്പോൾ അവർ താമസിച്ച സ്ഥലം വീടിടുക്കമായപ്പോൾ മരം വെട്ടിക്കൊണ്ട് അവർ വീട് വലുതാക്കാൻ പോയപ്പോൾ വായ്പ വാങ്ങി കോടാലിയുമായി പോയി. പക്ഷേ അവർ പ്രവാചകനെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു. അവർ മരം വെട്ടുന്നിടയില് അവിടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. ആ വെള്ളത്തിൽ യോർദാന്റെ ആഴത്തിന് ചെളിക്കൊണ്ട് വീണുപോയ കോടാലി അത് മാനുഷികമായ ചിന്തയ്ക്ക് പൊക്കിയെടുക്കുവാൻ കഴിയില്ലെങ്കിലും പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ കോരി വിട്ട് വെള്ളത്തിലിട്ടപ്പോൾ കോടാലി പൊങ്ങി വന്നതുപോലെ ഇവിടെ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, കാൽവറി ക്രൂശ് നിനക്ക് വേണ്ടി പരമയാഗമായി മാറിയ ആ യേശുക്രിസ്തുവിന്റെ ക്രൂശ് നീ കാണണം. അവന്റെ ക്രൂശിലേക്ക് നോക്ക്. നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ കരിയും പാണിയാൽ തറയപ്പെട്ട് കിടക്കുന്ന മുൾക്കിരീടധാരിയായ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് ശരീരം ഉഴവുചാല് പോലെ കീറി വിനാപ്പുറം കുത്തിത്തുറന്ന് അവസാന തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി തന്ന ഒരു മാംസപ്പെട്ട പോലെ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നീ നോക്കിയാട്ടെ. ഹല്ലേലൂയ. നിന്റെ പാപത്തിന് പരിഹാരം, പാപത്തിന്റെ ചെളിക്കുണ്ടിനെ വീണ്ടെടുത്ത യേശുവിനെ ജീവിക്കണം കേട്ടോ. അതുകൊണ്ട് ഇത് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ പാപങ്ങൾ എത്ര കടച്ചുപ്പാൻ രക്താംബരം വെച്ചു പോലും വെളുപ്പിക്കുന്ന ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയമായി ഈ വചനം കേട്ടും കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജനം, രാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ എന്ന് നിൽക്കുന്ന സംഘലിന്റെ എല്ലാ ഗോത്രക്കാരെ, ആദിവാസിയും ട്രൈബലും എല്ലാം ദ്വീപവാസികളെ, ശൈശവത്തിലും ബാല്യം കൗമാരി യൗവനത്തിലും വാർത്തയുടെ അനുവൃത്തരും അശമയാചകർ, ഓർഫനേജ് ഓട്ടരുമായിരിക്കും, ജോലിയിൽ തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരെയും കർത്താവ് ജനത്തെ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ ചെളിക്കുട്ടി വീണുപോയ മനുഷ്യൻ കരകയറോ കഴിയാതെ വീണിടത്ത് നിർള്ളാതെ ജനം മാനസാന്തരം മടങ്ങി വന്ന് നിത്യജീവന്റെ അവകാശിയായി പാപത്തെ വിട്ടുകളഞ്ഞ് ആസക്തി വിടിവിക്കപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് യേശുക്കുന്ന മധ്യാകാശ വരവിനായി ശുദ്ധീകരിക്കപ്പെടുവാൻ കർത്താവ് ഈ വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിന്റെ ആത്മീയങ്ങൾ തുറക്കേണ്ടതായി യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കേരളത്തിൽ ലോകരാജ്യമുള്ള ദൈവമക്കൾ, ദൈവദാസന്മാർ, അവർ ഈ സമയത്ത് ഓർക്കുന്നു. പാപത്തെ ചെളിക്കൊണ്ട് വീടടക്കുന്ന അനവധി ആളുകളുണ്ട്. മാനസാന്തരത്തിൽ മടങ്ങി വന്ന് സുവിശേഷത്തിനെ അനുസരണമായി ഒരുവിനെ അനുഗമിപ്പാൻ തന്റെ ക്രൂശിനെ തന്നെ അനുഗമിക്കട്ടെ. യേശു പറഞ്ഞതുപോലെ കർത്താവിനെ അനുഗമിക്കുന്ന തലമുറ എഴുന്നേൽപ്പിക്കണമേ. മദ്യത്തിന് മയക്കും ലഹരിക്ക് വെടിപ്പെട്ട് ഈ ലോകത്തെ ജഡിക്ക് വ്യഭിചാരം ദുഷ്കാമങ്ങൾ വീട് കിടക്കുന്ന ജനങ്ങൾക്ക് മടങ്ങി വരുവാൻ ശിംശോനെ പോലെ, ദാവീദിനെ പോലെ, പത്രോസിനെ പോലെ വീഴ്ച സംഭവിച്ചെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുവാൻ ഈ ജനത്തിന് ആത്മീയത തുറക്കണമേ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.